എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി കാച്ചിലിന്റെ വിളവെടുപ്പാണ്. അപ്പൊ തേങ്ങാക്കാച്ചിൽ എന്നും പറഞ്ഞിട്ട് ഞാനൊരു ജൈവ കാർഷിക മേളയിൽ നിന്ന് ഒരു പീസ് മേടിച്ച് നട്ടതായിരുന്നു. അപ്പൊ ചാക്കിലാ നട്ടത്. ചാക്കിൽ നട്ടിട്ട് ഞാനൊരു തേക്കുമരത്തുമ്പിലേക്ക് പടർത്തി കൊടുത്തേക്കണേയിരുന്നു. ഇപ്പൊ തണ്ടൊക്കെ ഉണങ്ങിപ്പോയി. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ തേങ്ങാക്കാച്ചിൽ ഇരിക്കണേന്ന് നോക്കാം. കാരണം ഞാനിത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ നടണതും. പലതരത്തിലുള്ള കാച്ചിൽ ഞാൻ അന്ന് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഈ കാച്ചിലും മേടിച്ചത്. അപ്പൊ ഒരു ചെറിയ പീസാണ് നട്ടത് എങ്ങനെയാന്ന് വെച്ചാല് ഈ ചാക്കിലാ നട്ടത്. ചാക്കി നട്ടിട്ട് അടിവളം ഇട്ടിപ്പ നമ്മ ചാണകപ്പൊടി, കമ്പോസ്റ്റ് വളം, ചവറ് ഒക്കെ കൂടെ നിറച്ചിട്ടാ നട്ടത്. മുട്ടത്തോടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ തണ്ടൊക്കെ ഉണങ്ങി പോയി. അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കാം. അപ്പൊ നല്ല ഇളക്കുള്ള മണ്ണായിരുന്നു കേട്ടാ ഞാൻ നട്ട്. കാരണം ഇത് ഇളക്കുള്ള മണ്ണിലാണ് നട്ടിരുന്നത്. പക്ഷെ വാമ് നട്ട മണ്ണുണ്ടായിരുന്നു. അപ്പൊ അതിലാണ് നട്ടിരുന്നത്. അപ്പൊ നല്ല ഇളക്കത്തിലുള്ള മണ്ണായിരുന്നു. അപ്പൊ കമ്പോസ്റ്റിനൊക്കെ കൂടെ കണ്ട നമ്മുടെ കാച്ചിലാണ് ഈ കാണുന്നത്. കാച്ചിലിന്റെ തണ്ട് കണ്ട ഉണങ്ങി പോയിട്ട് ചാക്കിലൊക്കെ നട്ടാൽ നമുക്ക് ഇതേപോലെ ഒരു ഗുണമുണ്ട്. കാരണം നമുക്ക് ചാക്ക് കീറിപ്പോകും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പൊ കണ്ട ഇതാണ് തേങ്ങാക്കാച്ചിൽ എന്ന് പറയുന്നത്. കണ്ട ശരിക്കും പറഞ്ഞ തേങ്ങ പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കുള്ളൂ ഇതിന് തേങ്ങാക്കാച്ചിൽ എന്ന് പേരുള്ളത്. കണ്ട ഒരു തേങ്ങയുടെ ഷേപ്പല്ലേ നോക്കിയാ നിങ്ങ. അപ്പൊ പറഞ്ഞതൊക്കെ ശരിയാണ്, തേങ്ങാക്കാച്ചിലിന്ന്. അപ്പൊ പറഞ്ഞു ഇത് അധികം വലിപ്പം വെക്കൂല, ഇത് ഇത്രയും വലിപ്പം വെക്കുള്ളൂ എന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഒക്കെ എന്ന് പറയണ്ടായിരുന്നു ഈ കാച്ചിലിന്. ഇതേപോലെയാണ് കാച്ചിൽ ഇരിക്കണ. കണ്ട നിങ്ങൾ നോക്കി, തേങ്ങയുടെ ഒരു ഷേപ്പില്ല ഈ കാച്ചിലിന്. അപ്പൊ ഞാനും ഇപ്പൊ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതും, ആദ്യമായിട്ടാണ് ഇത്. കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഈ കാച്ചിലൊന്നും ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇത് ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കാച്ചിലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും വലിപ്പമില്ല വെക്കുള്ളൂ. നമുക്ക് ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാം. പിന്നെ കണ്ട കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കാച്ചിലാണ്. കണ്ട ഇതേപോലെ നിറച്ച് നാരുകളൊക്കെ ഉണ്ട്. കണ്ട നിറച്ച് നാരും പേരൊക്കെ ഉണ്ട്. ഇതായിരുന്നു ഇതിന്റെ തണ്ട്. ഈ തണ്ടായിരുന്നു ഉണങ്ങിപ്പോയിരുന്നത്. അപ്പൊ ഇതിങ്ങനെ മുകളിലോട്ട് പടർത്തി വിട്ടേക്കണായിരുന്നു. അപ്പൊ കൊച്ചൊരു ചെറിയൊരു പീസാണ് നട്ടത്. പക്ഷെ കാച്ചിൽ നമുക്ക് ഇപ്പൊ ഇത്രയുള്ള ഒരു തേങ്ങയുടെ ഒക്കെ എത്രയുള്ള കാച്ചിലൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തേങ്ങാ കാച്ചിലൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയെന്നുള്ളത്. ഞാനും ഇത് കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണ് ഞാനും ഇത് കട്ട് ചെയ്യണത്. കണ്ട ഇതേപോലെയാണ് ഇരിക്കണത്. കണ്ട നല്ല ഒരു റെഡിഷ് കളറൊക്കെ ഉണ്ട്. വൈറ്റ് അല്ല, ഒരു പിങ്ക് കളറൊക്കെ. കണ്ട നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ കാച്ചിൽ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ തോൽ ഭാഗം കണ്ട, പുറം ഭാഗം തോലുലിക്കുമ്പോ റെഡ് കളറാണ്, ഉള്ളില് ഒരു എന്താണ് എള്ള റോസ് കളറ്. കണ്ട അതാണ് ഇതിന്റെ കളർ. കണ്ട സാധാരണ നമുക്ക് കാച്ചിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒന്നില് വൈറ്റ് ആയിരിക്കും, അല്ല എങ്കിൽ ഈ റെഡ് വയലറ്റ് ആയിരിക്കും, നീലായിരിക്കും, അങ്ങനെ പല കളറാണല്ലോ. ഇതൊരു വേറൊരു കളറാണ്. അപ്പൊ കണ്ടിട്ട് നല്ല ടേസ്റ്റി ഒക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ട ഈ ഇതിന്റെ ഇതേപോലെ നല്ല മാംസങ്ങളും ഒക്കെയാണ്. കണ്ട ഉൾഭാഗമൊക്കെ നല്ല തോലൊക്കെ നല്ല കുറവൊക്കെ ഉള്ളു. കണ്ട അപ്പൊ നമുക്ക് ഇതിന്റെ വിത്തുകളൊക്കെ കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് വിത്തുകളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിച്ച് നട്ടോ. കാരണം നമുക്കൊരു ഇന്നിപ്പോൾ അധികം സ്ഥലമൊന്നുമില്ലല്ലോ ആളുകൾക്ക്. അപ്പൊ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയൊരു കാച്ചിലിന്റെ വെറൈറ്റിയാണ് ഈ തേങ്ങാക്കാച്ചിൽ. ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമ്മ തേങ്ങാക്കാച്ചിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് പുഴുങ്ങി. കണ്ട പുഴുങ്ങിയിട്ട് ഒറ്റ വിസിലടിച്ചപ്പത്തിന് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. കണ്ട നല്ല കാണാനൊക്കെ നല്ല കണ്ടില്ലേ, നല്ല കളറൊക്കെയാണ്. ഞാൻ തേങ്ങയൊക്കെ ഇട്ടാ പുഴുങ്ങിയത്. കണ്ട അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് വെറുതെ ആയാലും കഴിക്കാം കേട്ടോ. തേങ്ങ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ആയാലും കഴിക്കാം. എന്നുവെച്ചാൽ കാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല അടിപൊളി ടേസ്റ്റുള്ള കാച്ചിലാണിത്. നമുക്കിപ്പോ പായസം ഉണ്ടാക്കാനൊക്കെ സൂപ്പറാണ് ഈ കാച്ചില്. ഒരൊറ്റ വിസില് ആയപ്പത്തിന് നന്നായിട്ട് തന്നെ വെന്ത് കലങ്ങി. കണ്ട അപ്പൊ
നമുക്കിതിന്റെ വിത്തുകളൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും മേടിച്ച് നട്ടോ. തേങ്ങാക്കാച്ചിൽ എന്നാണ് ഇതിന്റെ പേര്. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.